ഹായ് എവ്രിവൺ, വെൽക്കം ടു മീനൂസ് മെനു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു പായസം കുടിക്കാൻ തോന്നുമ്പം നമ്മളെല്ലാവരും യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് സേമിയ പായസമായിരിക്കും. കാരണം അത് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണല്ലോ. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസമാണ് പൈനാപ്പിൾ പായസം. അപ്പം ഈ പായസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുമ്പം ശരിക്കും ആ ഒരു പൈനാപ്പിളിൻ്റെ ചെറിയൊരു പുളിയും മധുരവും എല്ലാം കൂടെ കലർന്നിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പൈനാപ്പിൾ, അതായത് ഏകദേശം 2 കപ്പോളം വരുന്ന ആണ് ഈ പൈനാപ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഫൈൻ ആക്കണം. അപ്പം നമ്മുടെ കയ്യിലിപ്പം ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ ചോപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് അരിഞ്ഞിട്ട് ഫൈനാക്കി എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒരു പ്രാവശ്യം ഒന്നിട്ട് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇതെടുത്ത് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി അങ്ങനെ ജ്യൂസി ആയിട്ടൊന്ന് പോകണ്ട, ചെറിയ ഒരു എന്താ പറയുക, നമ്മൾ അത് പായസം കുടിക്കുമ്പം ചെറുതായിട്ട് പൈനാപ്പിൾ നമുക്ക് കടിക്കാനും കിട്ടണം. അതായിരുന്നു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൈനാപ്പിൾ പായസം റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിലിട്ട് നമുക്ക് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്ന് അതിലുള്ള ആ വെള്ളം, കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിളിൻ്റെ ആ ഒരു വെള്ളം എന്ന് പറയാം, അതായത് പൈനാപ്പിൾ ജ്യൂസ്, ആ ജ്യൂസൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര എല്ലാം ഒന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഉരുക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കര എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പം നമ്മുടെ ശർക്കരയെല്ലാം ഇവിടെ നന്നായിട്ട് ഉരുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പൊങ്ങി നല്ല രീതിയിൽ അത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ അതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പം ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു അരിപ്പ യൂസ് ചെയ്ത് അതിലൂടെ അരിച്ചാണ് ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അതിലെന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ നമ്മൾ ആദ്യം നെയ്യിലൊന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷം അത് നമ്മൾ ശർക്കര പാനിയും കൂടെ ആ പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുത്ത് ആ ശർക്കര പാനിയിലിട്ട് നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പം ഈ ശർക്കര പാനി കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ എടുക്കണം. അതുപോലെ ആ പാനി കുറച്ചുകൂടി ഒരു കളറൊക്കെ ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ പൈനാപ്പിളും ശർക്കര പാനിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് അത് നന്നായിട്ടൊന്ന് കുറുകി ആ ഒരു കറക്റ്റ് പരുവത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ചിടാം. അതിന് ശേഷം ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും നമ്മുടെ ഈ ശർക്കരയും പൈനാപ്പിളും മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന്
തിളച്ച് അത് പാകത്തിന് കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലും പൈനാപ്പിളും എല്ലാം കൂടെ നന്നായിട്ടത് യോജിച്ച് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാല്, അത് 1 കപ്പാണ്, 1 കപ്പ് തേങ്ങയുടെ കട്ടിയുള്ള 1/4 പാലും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. തേങ്ങയുടെ 1/4 പാല് ഒഴിച്ചതിന് ശേഷം ഇത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചുക്ക് പൊടിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ചവ്വരിയും ഈ പായസത്തിലോട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ചവ്വരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പായസത്തിന് കുറച്ചുകൂടി ഒന്ന് കട്ടി കൂട്ടാൻ, അതായത് കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടാനും, അതുപോലെ നമ്മൾ ഇടയ്ക്ക് പായസം കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ആ ചവ്വരിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും, ഈ പൈനാപ്പിൾ കടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ. അപ്പോൾ ആ ചവ്വരിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചവ്വരി സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഈ പായസത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ്യൂം കിസ്മിസും എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഈ ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നതും പായസത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളത് പായസം കുടിക്കുമ്പോൾ തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പം നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് വറുത്ത് കോരി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം നല്ല നെയ്യിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ക്യാഷ്യൂവും കൂടി ഇട്ട് അത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ക്യാഷ്യൂ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉണക്കമുന്തിരി റേസിൻസും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വീർത്ത് വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അതൊന്ന് വീർത്ത് വരുന്നിടം വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാഷ്യൂവും റേസിൻസും എല്ലാം ആ ഒരു കറക്റ്റ് പരുവത്തിന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ റെഡി ആയിട്ടുള്ള പായസത്തിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ക്യാഷ്യൂവും റേസിൻസും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് എടുത്ത തേങ്ങാക്കൊത്ത്, നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ നല്ല അടിപൊളി പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എല്ലാം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share and subscribe to my channel to see more delicious recipes from Minu's Menu.